ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എന്താ കാണിക്കുകയെന്ന് വെച്ചാൽ, റോസ് ചെടി കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒന്നേക്ക് ഞാൻ ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഈ റോസ് കണ്ടില്ലേ, ഈ റോസിൽ ബക്കറ്റിൽ 2 റോസാണ്, 2 ടൈപ്പ് റോസാണ് വെച്ചത്. ഒന്ന് ഇത് കണ്ടില്ലേ, അതിൻ്റെ ഒരു പൂവനെയാണ് കിട്ടും. പിന്നെ ഒന്ന് ഈ റോസ്. അപ്പോൾ ഇത് കുറേ ഫസ്റ്റ് വാങ്ങിയ സമയത്ത് ഇതിൽ നിറച്ച് പൂവുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നോക്കി നോക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലൊരു വെള്ള കളറിലൊരു ഈച്ചമാരി വന്ന് പൂവൊന്നും വരാതെ ഒരുമാതിരിയായി, ഒരു നാശാവണമാരി ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ വിചാരിച്ചപ്പോൾ അപ്പോൾ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, നമ്മളീ പുളിച്ച കഞ്ഞീര വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. നല്ല നേർപ്പിച്ചിട്ട് കഞ്ഞീര വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വളം റെഡിയാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെ റെഡിയാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ പൂവൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആ വീഡിയോ എന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതെങ്ങനെ റെഡിയാക്കുക എന്നുള്ളതും വീഡിയോ ഒന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തത് നമ്മളെ കോഴിമുട്ടയുടെ തോടാണ്. കണ്ടില്ലേ, നന്നായിട്ട് ഉണങ്ങിയ ഒരു തോടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വെയിലത്ത് വെച്ച് ഉണക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു അതിന് നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്, ഒരുപാട് വെയിലത്ത് വെച്ച്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെയിൽ വരണ മാതിരി എവിടെയെങ്കിലും ഒരു ഭാഗത്ത്, അതായത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉണക്കണമാതിരി ചെയ്താൽ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടമാവില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ നിറയെ കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നഷ്ടമാവാതെ ഇത് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അങ്ങനെ വെച്ച് ഉണക്കിക്കൊണ്ട് തന്നെ കണ്ടോ എന്തുപോലെ പൊടിയനാണ്ടില്ലേ. അപ്പോൾ ഇത് മുട്ടത്തോട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മളെ പുഴുങ്ങിയ മുട്ടയുടെ തോടും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും പ്രശ്നമില്ല, പുഴുങ്ങിയ മുട്ടത്തോട് നമ്മൾ ഉപയോഗിക്കാം, അതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കണ്ടില്ലേ, നമ്മളെ ചായപ്പൊടിയുടെ വേസ്റ്റ് ഉണക്കി വെച്ചതാണ്. ഇതും ഞാൻ അതേപോലെ തന്നെ ഒരുപാട് വെയിൽ വെച്ച് ഉണക്കിയതല്ല കേട്ടോ. സൈഡിലൊരു തണലത്ത് അങ്ങനെ മാറ്റി വെച്ച് ഉണക്കിയതാണ്. പിന്നെ ഞാൻ അതിലേക്ക് എടുക്കാൻ പോകണം നമ്മൾ ഉലുവയാണ്. കണ്ടില്ലേ, ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഇന്നേക്ക് അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു വളം റെഡിയാക്കാൻ പോണത്. അപ്പോൾ അത് മൂന്നും കൂടി എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ മിക്സി ജാർ എടുത്തിട്ട് നമ്മളിതൊന്ന് പൊടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനത് പൊടിച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലേ. നിങ്ങൾ ആ ഉലുവയുടെ ഒരു ഇതും അറിയില്ല. നമുക്ക് ഉലുവയും മുട്ടയുടെ തോടും ചായപ്പൊടിയും ഇതൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടോ. അങ്ങനെ പൊടിച്ചെടുക്കണം. ഇനി ഇത് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ എങ്ങനെ ഇടുക എന്നുള്ളതൊന്ന് കാണാം. ഞാൻ ഈ വളം ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ വന്ന പൂവൊക്കെ. സിമ്പിൾ പൂവൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നിറയെ അത് ഇട്ടിട്ട് ഒരു ഒരാഴ്ച കൂടി ആയില്ല. കണ്ടില്ലേ, പുതിയ തളിര് വന്നിട്ടുണ്ടല്ലേ, കാണില്ലേ നിങ്ങൾക്ക്? അല്ലേ, അതിൻ്റെ നല്ലൊരു റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതോ പുതിയ തളിര് വരൽ തുടങ്ങി. അത് നല്ല ഇതുണ്ടല്ലേ, പുതിയ തളിര് വന്നിട്ടുണ്ട്, പൂ വന്നിട്ടുണ്ട്. അതേമാതിരി വേറൊരു ചെടിയാണ് കണ്ടില്ലേ, ഇത് ഞാൻ എന്താവും എന്ന് അറിയാതിരിക്കുകയായിരുന്നു. ഇതിനും പുതിയ തളിരൊക്കെ വരണം തുടങ്ങിയിട്ടുണ്ട്. കാണാം നിങ്ങൾക്ക്, എന്താ പുതിയ തളിര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്നുണ്ടോ പുതിയ തളിര്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേമാതിരി ഈ റോസിലും ഞാൻ ഇതേപോലെ ഉപയോഗിച്ചതാണല്ലേ, ഇത്ര മുട്ട നിൽക്കണം നോക്കി അല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനത് എങ്ങനെ ഇടുക എന്നുള്ളത് എനിക്ക് ലൈവ് നേരിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ക്യാമറാമാൻ കളിക്കാൻ പോയി. പക്ഷെ അതേപോലെ തന്നെ റോസിന് മാത്രമല്ല, ഈ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്തിരുന്നുണ്ട്. ഇതിനൊക്കെ ഇത്ര പൂവുണ്ടായിരുന്നു, മുട്ട് വന്നിട്ടുണ്ടല്ലേ. ഈ ചെടിക്കൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നു. അതേമാതിരി ഇത് നമ്മളെ വെള്ള റോസാണ് കേട്ടോ. ഈ വെള്ള റോസിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനി ഇത് ഉണ്ടാവില്ല വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അതേപോലെ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കണ്ടില്ലേ, തളിര് വന്നിട്ടുണ്ടെങ്കിൽ നിറയെ തളിര് വന്നിട്ടുണ്ട് കേട്ടോ, തുളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മളൊരു മുന്നേ ഞാൻ കാണിച്ചു തരുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബഡ് റോസ് ഒന്നുണ്ടായിരുന്നു. ആ ബഡ് റോസിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി, പൂവൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു ഇല കൂടി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെടിയിലേക്കാണ് നമ്മൾ ഈ വളമൊന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകണം. ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എങ്ങനെയൊക്കെ റിസൾട്ട് വന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെ വളർന്നിട്ടുള്ളത് അതും ഞാൻ വീഡിയോ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കാം. ഇല്ലേ,
ഇതേമാതിരി എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കും. മൺപുഴുവൊക്കെ ഉണ്ട് കണ്ടില്ലേ, നിങ്ങൾ നല്ല മൺപുഴുവൊക്കെ ഉണ്ട്, നല്ലൊരു ഇതാണ്. ഇനി നമ്മുടെ സൈഡിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ സൈഡിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ പോകണത് കേട്ടോ. ഈ സൈഡിലാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത്രയും മതി. പൊടി കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് ഇട്ട് കൊടുത്തു. ഇത് മണ്ണ് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിൻ്റെ ഈ ഭാഗത്ത് ഇതേമാതിരി മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് ഞാൻ അവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണമെന്നില്ല. അതുപോലെ ഈ സൈഡും 3 സൈഡ് ഞാൻ ഒരു ലേശം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മതി. ഇനി ഞാൻ ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാനിനി ഇതിൻ്റെ ഓരോരോ വളർച്ചയും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതൊരു സത്യമാണെന്നുള്ള വിവരം അറിയും, സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വ്യത്യാസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മൾ നാടൻ റോസാണ് കേട്ടോ. ഇതിന് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിലയൊക്കെ നല്ല തൊള്ളിയിട്ട് വന്നിട്ടുണ്ട്. ഉണങ്ങിയ മാതിരി ഉണ്ടായിരുന്നാണ് ഈ റോസ് കിട്ടുമോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതുണ്ടല്ലേ തളിര് വന്നിട്ടുണ്ട്, ഇതിലുണ്ട് ഇവിടെ തളിര് വന്നിട്ടുണ്ട്, നല്ല ഇതാ തളിര് വന്നിട്ടുണ്ട്. ഞാൻ ഉണങ്ങിയെന്ന് വിചാരിച്ചതാണ് കേട്ടോ, ഒരുപാട് സങ്കടമായി പോയി. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നാടൻ റോസായിരുന്നു ഇത്. ഇപ്പോൾ തളിരൊക്കെ ഇട്ടിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം ഞാൻ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ വളം. അപ്പോൾ ഇനി രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് അതിന് എത്ര ഡിഫറൻറ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ വീഡിയോ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ നല്ലൊരു വളമാണ്, നമ്മൾ നേർപ്പിച്ച കഞ്ഞിര വെള്ളം ഒഴിച്ചു കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതേപോലെ ഇതേപോലെ ഒരു സൈഡിൽ ഇതേപോലെ വളം ഇട്ട് കൊടുത്തതാണ്. കണ്ടില്ലേ മുട്ട് നിൽക്കുന്നുണ്ടല്ലേ, നിങ്ങൾ ചെറിയൊരു കുറ്റിയാണ് അതില്ലേ, അതിന് മുട്ട് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഇതിനൊക്കെ ഞാൻ ഈ വളം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി റോസിന് മാത്രമല്ല കേട്ടോ, കായ്ക്കറിക്കും ഒക്കെ ഇട്ട് കൊടുക്കാം. കണ്ടില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് തക്കാളിയൊക്കെ കണ്ടില്ല, നിങ്ങൾക്ക് കാണാണ്ടോ, നിറയെ തക്കാളി ഉണ്ടല്ലേ, തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. കായും പൂവും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് ഈ ഒരു ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ പൊടി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇതിന് റിസൾട്ട് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. വെറുതെ കണ്ടിട്ട് മാത്രം പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇത്രയും ഇന്നേക്ക് എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ബായ്.